നമസ്കാരം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, സർക്കാരിൻ്റെ ഒരു വാട്സപ്പ് അക്കൗണ്ടിൽ നിന്ന്, ഔദ്യോഗികമായ വാട്സപ്പ് അക്കൗണ്ടിൽ നിന്ന് ഒരു മെസ്സേജ് ലഭിക്കുകയുണ്ടായി. മെസ്സേജ് ഇതാണ്: താങ്കളുടെ സംരംഭം കേരളത്തിന് മുതൽക്കൂട്ടാണ്. ഡിയർ ഹരികൃഷ്ണൻ, കേരളം ചരിത്രത്തിലാദ്യമായി വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ ഒന്നാമതെത്തി. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. 28ാം സ്ഥാനത്തുള്ള ഈ കുതിപ്പിൽ നിങ്ങളുടെ പിന്തുണയ്ക്ക് വലിയ പങ്കുണ്ട്. ഒപ്പം വ്യവസായ വകുപ്പിന് ചരിത്രത്തിലാദ്യമായി നിരവധി ദേശീയ അന്താരാഷ്ട്ര അംഗീകാരങ്ങളും ലഭിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ സ്വന്തം നാട് ഇപ്പോൾ നിക്ഷേപകരുടെയും സ്വന്തം നാടാണ്. രാജ്യത്തിൻ്റെ നൂതന വ്യവസായ ഹബ്ബാകാനുള്ള ഈ യാത്രയിൽ ഓരോ സംരംഭകനൊപ്പവും സംസ്ഥാന സർക്കാരുണ്ട്. നിങ്ങളുടെ സംരംഭം നാടിൻ്റെ അഭിമാനമാണ്. ഇതാണ് ഒരു സന്ദേശം. ഈ സന്ദേശം വളരെ നിർദോഷകരമാണ്. പക്ഷേ എവിടെ നിന്നാണ് എനിക്ക് ഈ സന്ദേശം അയക്കുവാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടിന് എവിടെ നിന്നാണ് എൻ്റെ നമ്പർ കിട്ടിയത്? ഇത് തികച്ചും രഹസ്യാത്മകമായി സൂക്ഷിക്കാനുള്ള ചില നമ്പർ, അതായത് ഉദ്യമ ആധാർ പോലുള്ള കാര്യങ്ങൾ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ രജിസ്ട്രേഷൻ ഡാറ്റകളിൽ നിന്ന് അടക്കം വിവരങ്ങൾ ചോർന്നു പോകുന്നു എന്നതിന് വ്യക്തമായ തെളിവാണിത്. ഒരു പൗരൻ്റെ സ്വകാര്യതയെ മാനിക്കാതെ ഈ രീതിയിലുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് കൃത്യമായ ഭരണഘടനാ ലംഘനമാണ്. റൈറ്റ് ടു പ്രൈവസി, സ്വകാര്യതയ്ക്കുള്ള അവകാശം നിലനിൽക്കുന്ന നാട്ടിലാണ് ഈ രീതിയിൽ പൗരൻ്റെ വ്യക്തിപരമായ അവൻ്റെ സ്വകാര്യമായ ഡേറ്റകൾ ചോർത്തിയെടുക്കുന്നതും ആ സ്വകാര്യ ഡേറ്റകളിൽ നിന്ന് ലഭിക്കുന്ന ആ വിവരങ്ങൾ ഉപയോഗിച്ച് വോട്ടിന് വേണ്ടിയിട്ട്, അടുത്ത തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വോട്ടിന് വേണ്ടിയിട്ട് ഇത്തരം ഡാറ്റകൾ ഉപയോഗിക്കുന്നതും നഗ്നമായ കൃത്യമായ രീതിയിലുള്ള ഭരണഘടനാ ലംഘനം എന്നതിലുപരി വോട്ട് ചോരി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞ വോട്ട് ചോരി യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്, അതല്ലാതെ BJP സർക്കാരിൻ്റെ ഭാഗത്തു നിന്നല്ല. ഈ രീതിയിൽ വോട്ട് ചോരി നടത്തുകയാണ് കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാർ. ഇതൊരിക്കലും പൗരന്മാർക്ക് ക്ഷമിച്ചു കൊടുക്കുവാൻ കഴിയുന്ന ഒരു കാര്യം അല്ല. ഈ രീതിയിലാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നതെങ്കിൽ കൃത്യമായ രീതിയിൽ ഇതിനെതിരെ കേസ് കൊടുക്കേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാർ ഇലക്ഷൻ അട്ടിമറി തന്നെ നടത്താൻ ശ്രമിക്കുന്നു എന്ന് തന്നെ ഈ കാര്യത്തിൽ നിന്ന് പറയേണ്ടി വരും. ഇതിനെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം തന്നെ നടത്തേണ്ടതാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.